MG University CRG കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് ഗവേണൻസ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2015 പ്രീവിയസ് മോഡൽ സോൾവ് ചെയ്യായിരുന്നു. 34ാമത്തെ ചോദ്യം മുതൽ ഇനി തുടർന്ന് ബാക്കിയുണ്ട്. 34ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഡിഫൈൻ വൈൻഡിംഗ് അപ്പ്. എന്താണ് കമ്പനിയുടെ പിരിച്ചുവിടൽ? വ്യക്തമാക്കുക. വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് വൈൻഡിംഗ് അപ്പ്? പലതരത്തിലുള്ള വൈൻഡിംഗ് അപ്പ് ഉണ്ട്. ഏതൊക്കെ? അപ്പോൾ ആദ്യം വൈൻഡിംഗ് അപ്പ് എന്താണ് എന്ന് പറയണം. കമ്പനിയുടെ പിരിഞ്ഞു പോക്ക് അല്ലെങ്കിൽ പിരിച്ചുവിടൽ, അത് നിർബന്ധിത പിരിച്ചുവിടലും സ്വമേധയാ, അതായത് കമ്പൽസറി, വോളണ്ടറി എന്നിങ്ങനെ രണ്ട് ടൈപ്പ് മെയിൻ ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അങ്ങനെ രണ്ട് തരം വൈൻഡിംഗ് അപ്പ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയണം. ഒപ്പം തന്നെ വൈൻഡിംഗ് അപ്പിന്റെ മോഡ്സും കൂടെ, ഏതൊക്കെ രീതികളിലാണ് വൈൻഡിംഗ് അപ്പ് നടത്തേണ്ടത് എന്നുകൂടെ പറയണം. വൈൻഡിംഗ് അപ്പ് ഓൾസോ നോൺ ആസ് ലിക്വിഡേഷൻ. വൈൻഡിംഗ് അപ്പിനെ, കമ്പനിയുടെ വൈൻഡിംഗ് അപ്പിനെ നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയും. ഇസ് ദ പ്രോസസ് ഓഫ് ഡിസോൾവിംഗ് എ കമ്പനി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇറ്റ്സ് അസറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ആസ്തികൾ അതിൻ്റെ ആർക്കൊക്കെയാണോ കമ്പനി കടം വീട്ടി തീർക്കാനുള്ളത് അവർക്കൊക്കെ കൊടുത്തു തീർക്കുക, ഓഹരി ഉടമകൾ കൊടുത്തു തീർക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നു. വൈൻഡിംഗ് അപ്പിൻ്റെ പല മോഡുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കും. അതാണ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ഉണ്ട്, കമ്പൽസറി വൈൻഡിംഗ് അപ്പ് ഉണ്ട്, സ്വമേധയുള്ള പിരിച്ചുവിടലുണ്ട്, നിർബന്ധിത പിരിച്ചുവിടലുണ്ട്. വോളണ്ടറി വൈൻഡിംഗ് അപ്പ് എന്ന് പറഞ്ഞത്, സ്വമേധയുള്ള പിരിച്ചുവിടൽ എന്ന് പറയുന്നത് കമ്പനി തന്നെ ഒരു പ്രത്യേകം പ്രമേയം പാസ്സാക്കിക്കൊണ്ടുള്ള പിരിച്ചുവിടലാണ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് എന്ന് പറയുന്നത്. എന്നാൽ കമ്പൽസറി വൈൻഡിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ട്രൈബ്യൂണലാണ് പിരിച്ചുവിടുന്നതിനുള്ള ഉത്തരവ് നൽകുന്നത്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇനി വോളണ്ടറി വൈൻഡിംഗ് അപ്പിൽ ഒരു ഡിക്ലറേഷൻ ആവശ്യമാണ്, ഒരു പ്രഖ്യാപനം ആവശ്യമാണ്. എന്നാൽ വോളണ്ടറി വൈൻഡിംഗ് അപ്പ് കൂടാണ്ട് കമ്പൽസറി വൈൻഡിംഗ് അപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കമ്പനിയുടെ സാമ്പത്തിക നില ഭദ്രമാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രഖ്യാപനം ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ സ്വമേധയാ പിരിച്ചുവിടലില് ഇത് ആവശ്യമാണ്. ഇനി അതേസമയം വോളണ്ടറി വൈൻഡിംഗ് അപ്പിന്റെ മൂന്നാമത്തെ പ്രത്യേകത, കമ്പനിയും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ആയിരിക്കും ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്യും, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആണ് ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം ഇതിൽ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള വോളണ്ടറി വൈൻഡിംഗ് അപ്പ് നടത്താനായിട്ടുള്ള സാഹചര്യം ഉള്ളത്. എന്നാൽ ട്രൈബ്യൂണലിന്റെ നിർബന്ധപ്രകാരമുള്ള നിർബന്ധിത പിരിച്ചുവിടൽ എന്ന് പറയുന്നത്, അവിടെ ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ട്രൈബ്യൂണൽ അല്ലെങ്കിൽ കോടതിയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ വോളണ്ടറി വൈൻഡിംഗ് അപ്പിലെ കമ്പനിയും ക്രെഡിറ്റേഴ്സും ആണ് വാസ്തവത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. വോളണ്ടറി വൈൻഡിംഗ് അപ്പിലെ കമ്പനിയും ക്രെഡിറ്റേഴ്സും ആയിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ കമ്പൽസറി വൈൻഡിംഗ് അപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ആ പിരിച്ചുവിടൽ നടപടികളെ നിയന്ത്രിക്കുന്നത് കോർട്ടായിരിക്കും അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി വേറൊരു പ്രത്യേകത പറയാനായിട്ട്, വോളണ്ടറി വൈൻഡിംഗ് അപ്പിൽ ഒരു പരിശോധനാ കമ്മിറ്റിയുടെ ആവശ്യം വരും. ഒരു പരിശോധനാ കമ്മിറ്റിയുടെ ആവശ്യം വരും. എന്നാൽ കമ്പൽസറി വൈൻഡിംഗ് അപ്പിൽ അങ്ങനെയല്ല. അവിടെ ഒരു പരിശോധനാ കമ്മിറ്റിയുടെ പരിശോധനാ കമ്മിറ്റിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. സോ ഇതൊക്കെയാണ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് കമ്പൽസറി വൈൻഡിംഗ് അപ്പിനുള്ള വ്യത്യാസം. അപ്പം എന്തായാലും വോളണ്ടറി വൈൻഡിംഗ് അപ്പ് എന്ന് പറയാം, ദ കമ്പനി ഡിസൈഡ്സ് ടു വൈൻഡ് അപ്പ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് അസറ്റ്സ്. കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നിശ്ചയിക്കുന്നു, അതിന്റെ ആസ്തികൾ അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നു. Then voluntary winding up is a process where a company is dissolved by its members, that is shareholders or creditors, without court intervention. ട്രൈബ്യൂണലിന്റെ കോർട്ടിന്റെ ഇന്റർവെൻഷൻ ഇല്ല. ഇറ്റ്സ് ഇനീഷ്യേറ്റഡ് ബൈ ദ കമ്പനി ഇറ്റ്സെൽഫ്. അത് മുൻകൈ എടുക്കുന്ന കമ്പനി തന്നെയാണ്. ടിപ്പിക്കലി വെൻ ഇറ്റ്സ് സോൾവെന്റ്, കമ്പനിക്ക് പ്രത്യേകിച്ചും കടബാധ്യതകളൊക്കെ വീട്ടി തീർക്കാനുള്ള ശേഷിയുള്ള സമയത്ത് സോൾവെന്റ് ആയിരിക്കുമ്പോൾ തന്നെയാണ് ഈ വോളണ്ടറി വൈൻഡിംഗ് അപ്പ് നടത്തുന്നത്. and can pay its debts or when the company's objects are no longer viable. അതിന്റെ കടബാധ്യതകൾ വീട്ടി തീർക്കാൻ ഏബിളാണ്. പക്ഷെ അതിന്റെ ലക്ഷ്യങ്ങൾ, കമ്പനി എന്തിനാണ് രൂപീകരിച്ചത്, അത്തരം ലക്ഷ്യങ്ങൾ ഇനി അങ്ങോട്ട് വലിയ പ്രസക്തി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കമ്പനി പിരിച്ചുവിടാം. ദ പ്രോസസ് ഇൻവോൾവ്സ് എ റെസൊല്യൂഷൻ. ഇതിനൊരു പ്രമേയം പാസ്സാക്കൽ ആവശ്യമാണ്. വോളണ്ടറി വൈൻഡിംഗ് അപ്പിന് എ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി, തങ്ങൾക്ക് കടബാധ്യതകൾ വീട്ടി തീർക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതിന്റെ ഡിക്ലറേഷൻ ആവശ്യമുണ്ട്, ഒരു പ്രഖ്യാപനം ആവശ്യമുണ്ട്. ആൻഡ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് എ ലിക്വിഡേറ്റർ. ഒപ്പം തന്നെ അവർക്കൊരു ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്റർ അല്ല, കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ലിക്വിഡേറ്റർ വരുമ്പോൾ അത് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആയി. ഇതിപ്പോൾ സാധാരണ ലിക്വിഡേറ്റർ. ഇനി ഇതിന്റെ പ്രോസസ്സാണ് ഇനി പറയാനുള്ളത്. ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. ആദ്യം തന്നെ സോൾവൻസി ഡിക്ലെയർ ചെയ്യണം വൈൻഡിംഗ് അപ്പിനെ. Directors must declare that the company is solvent or can pay its debts in full from the sale of its assets. Directors അങ്ങനെ അതിന്റെ ആസ്തികൾ
വിറ്റ് അതിന്റെ കടബാധ്യതകൾ വീട്ടിത്തീർക്കാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന്, അതായത് സോൾവൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കണം. ഡയറക്ടർമാരാണ് ഈ സോൾവൻസി. ആര് സോൾവൻസി ഡിക്ലെയർ ചെയ്യണം എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇനി റെസൊല്യൂഷൻ, പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞല്ലോ. എ സ്പെഷ്യൽ റെസൊല്യൂഷൻ സോൾവെന്റ് കമ്പനിയെ സംബന്ധിച്ചാണ്. ഓർ എ ജനറൽ റെസൊല്യൂഷൻ മറ്റേതെങ്കിലും കാരണം കൊണ്ട് ഉള്ള കമ്പനിയെ സംബന്ധിച്ച് ഈസ് പാസ്ഡ് ടു അപ്രൂവ് ദ വോളണ്ടറി വൈൻഡിംഗ് അപ്പിന് അത് പാസ്സാക്കണം. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡേറ്റർ വേണം. ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ടു ഓവർസീ ദ വൈൻഡിംഗ് പ്രോസസ് മേൽനോട്ടം വഹിക്കാൻ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യപ്പെടണം. ഇൻക്ലൂഡിംഗ് ദ സെല്ലിംഗ് ദ അസറ്റ്സ് ആൻഡ് പേയിങ് ക്രെഡിറ്റേഴ്സ്, ആസ്തികൾ വിറ്റ് കടം വീട്ടിത്തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയാണ്. അപ്പോൾ അത് മേൽനോട്ടം വഹിക്കണം. അതൊക്കെയാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ഇനി അസറ്റ്സിന്റെ സെയിലാണ് അടുത്ത ഘട്ടം. ദ ലിക്വിഡേറ്റർ സെൽസ് ദി കമ്പനീസ് അസറ്റ്സ് ആൻഡ് യൂസസ് ദ പ്രൊസീഡ്സ് ടു പേ ഓഫ് ക്രെഡിറ്റേഴ്സ്. കമ്പനിയുടെ ആസ്തികൾ വിൽക്കുന്നു, അതുപയോഗിച്ച് അങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് ക്രെഡിറ്റേഴ്സിന് പേ ഓഫ് ചെയ്യുന്നു. ദെൻ അഞ്ചാമത്തേത് ക്രെഡിറ്റർ പേയ്മെന്റ് ആണ്. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ദർ പ്രയോറിറ്റി. ക്രെഡിറ്റേഴ്സിന് നമ്മൾ പണം കൊടുത്തു തീർക്കുന്നത് അവരുടെ മുൻഗണന അനുസരിച്ചാണ്. ആൻഡ് എനി റിമൈനിങ് ഫണ്ട്സ് മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി ഡിസൊല്യൂഷൻ. വൺസ് ഓൾ ഡെറ്റ്സ് ആർ പെയ്ഡ് ദ കമ്പനി ഈസ് ഒഫീഷ്യലി ഡിസോൾവ്. ഒരിക്കൽ എല്ലാ കടങ്ങളും വീട്ടി തീർക്കാൽ കമ്പനി ഒഫീഷ്യലി ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്, ഔദ്യോഗികമായി പിരിച്ചുവിടപ്പെടുന്നു എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് വോളണ്ടറി വൈൻഡിംഗ് അപ്പിന്റെ ഇനങ്ങൾ. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ഉണ്ട്. വോളണ്ടറി വൈൻഡിംഗ് അപ്പ് തന്നെ രണ്ട് തരമുണ്ട്. അങ്ങനെയാണ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് വൈൻഡിംഗ് അപ്പ് ഉണ്ട്. ഈ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് എന്ന് പറയുന്നത് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓഹരി ഉടമകൾ തന്നെയാണ്, മെമ്പേഴ്സ് തന്നെയാണ്, കാരണം കമ്പനി സോൾവെന്റ് ആയിരിക്കുമ്പോൾ. എന്നാൽ ക്രെഡിറ്റേഴ്സ് വൈൻഡിംഗ് അപ്പ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. കമ്പനി ആർക്കാണ് കടം വീട്ടി തീർക്കാനുള്ളത് അവരാണ് ക്രെഡിറ്റേഴ്സ്. അവര് when the company is insolvent, കമ്പനി സോൾവെന്റ് ആയിരിക്കുമ്പോഴല്ല, കമ്പനിക്ക് കടം വീട്ടി തീർക്കാൻ എബിലിറ്റി ഇല്ലാത്തപ്പോഴാണ് ക്രെഡിറ്റേഴ്സ് വൈൻഡിംഗ് അപ്പ് ആവശ്യപ്പെടുന്നത്. എന്താണ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് എന്ന് പറയുന്നത്? കമ്പനി ഈസ് വൗണ്ട് അപ്പ് ബൈ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് യൂഷ്വലി വെൻ ദ കമ്പനി സോൾവെന്റ്. ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനി വൗണ്ട് അപ്പ് ചെയ്യുന്നത്. സാധാരണ അത് നടക്കുന്നത് കമ്പനി സോൾവെന്റ് ആയിരിക്കുമ്പോഴാണ്. ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് നടക്കുന്നത് when the company is wound up by its creditors, usually when the company is insolvent. കമ്പൽസറി വൈൻഡിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണലിന്റെ ഇടപെട്ടുള്ള ഒരു വൈൻഡിംഗ് അപ്പ് ആണ്. അപ്പൊ ട്രൈബ്യൂണലാണ് ഓർഡർ ഇടുന്നത്. ദ കമ്പനി ഈസ് ഫോഴ്സ്ഡ് ടു വൈൻഡ് അപ്പ് ബൈ എ കോർട്ട് ഓർഡർ യൂഷ്വലി ഡ്യൂ ടു ഇൻസോൾവൻസി ഓർ അതർ സീരിയസ് ഇഷ്യൂസ്. മിക്കപ്പോഴും ഇൻസോൾവൻസി, പാപ്പരത്വം, അങ്ങനെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ വരുമ്പോഴാണ്. കമ്പൽസറി വൈൻഡിംഗ് അപ്പ് ഓഫ് എ കമ്പനി മീൻസ് ദ കമ്പനി ഈസ് dissolved by a court order, often due to its inability to pay debts or other legal issues. കമ്പനിയുടെ കടം വീട്ടി തീർക്കാനായിട്ടുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ മറ്റ് നിയമപ്രശ്നങ്ങൾ വരുമ്പോഴാണ്. ദിസ് പ്രോസസ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം വോളണ്ടറി വൈൻഡിംഗ്. ഇത് വോളണ്ടറി വൈൻഡിംഗ് അപ്പിൽ നിന്നും വ്യത്യാസമുണ്ട്. ദ കമ്പനി ഇനിഷ്യേറ്റ്സ് എ ഡിസൊല്യൂഷൻ. വോളണ്ടറി വൈൻഡിംഗ് അപ്പിൽ കമ്പനി തന്നെയാണ്, അതായത് മെമ്പേഴ്സ് ആയാലും ശരി ക്രെഡിറ്റേഴ്സ് ആയാലും തന്നെ ശരി, അത് വോളണ്ടറി വൈൻഡിംഗ് അപ്പിൽ അത് കമ്പനി തന്നെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി a petition is filed with the court by a creditor, a company itself. ചിലപ്പോൾ എപ്പോഴാണ് ട്രൈബ്യൂണലിന്റെ ഇടപെട്ടുള്ള വൈൻഡിംഗ് അപ്പ് നടക്കുക? ഒന്നല്ലെങ്കിൽ കമ്പനിയിലെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ഒരു പെറ്റീഷൻ ട്രൈബ്യൂണലിന് കൊടുക്കാം, ഓർ ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസ്, അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രാർക്ക്. റീസൺസ് എന്തൊക്കെ ആവാം? ഇന്നബിലിറ്റി ടു പേ ഡെബ്റ്റ്സ്, ഒരു കാരണം അതാണ്, കടബാധ്യതകൾ വീട്ടി തീർക്കാനായിട്ട് കഴിവില്ലാതെ വരുന്ന അവസ്ഥ. ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് പേയ്മെന്റ് 3 ആഴ്ചക്കുള്ളിൽ അവരത് ആവശ്യപ്പെട്ടിട്ട് 3 ആഴ്ചക്കുള്ളിൽ കൊടുത്തു തീർക്കാൻ പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ദ ക്രെഡിറ്റർ ക്യാൻ പെറ്റീഷൻ ഫോർ വൈൻഡിംഗ് അപ്പ്. ആ ക്രെഡിറ്റർക്ക് വൈൻഡിംഗ് അപ്പിന് അപേക്ഷ സമർപ്പിക്കാം. സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇഫ് ദ കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു ബി വൗണ്ട് അപ്പ് ബൈ ദ കോർട്ട്, ട്രൈബ്യൂണലിന്റെ വൈൻഡിംഗ് അപ്പ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് തന്നെ ഒരു സ്പെഷ്യൽ പ്രത്യേക പ്രമേയം പാസ്സാക്കിയാലും മതി. വൈൻഡിംഗ് അപ്പ് ഓർഡർ ക്യാൻ ബി മെയ്ഡ്. അപ്പോഴും വൈൻഡിംഗ് അപ്പ് ഓർഡർ നടത്താം. ഇനി വേറെ എന്താണ്? ഡിഫോൾട്ട് ഇൻ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ ഡിഫോൾട്ട് വരുത്തിയാൽ, ഫെയിലിയർ ടു ഹോൾഡ് എ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഓർ ഫെയിലിയർ ഓർ ഫയൽ എ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ക്യാൻ ലീഡ് ടു കമ്പൽസറി വൈൻഡിംഗ് അപ്പ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിനും വീഴ്ച വരുത്തിയാൽ വൈൻഡിംഗ് അപ്പ് കമ്പൽസറി വൈൻഡിംഗ് അപ്പിലേക്ക് നയിക്കാം. ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സ്. നീതിനിഷ്ഠമായ ചില കാരണങ്ങളാൽ ദ കോർട്ട് മേ ഓർഡർ
വൈൻഡിങ് അപ്പ് ഇഫ് ഇറ്റ് ഡീംസ് ഇറ്റ് ജസ്റ്റ് ആൻഡ് എക്വിറ്റബിൾ ടു ഡു. കോടതിക്ക് തോന്നുകയാണ്, ട്രൈബ്യൂണലിന് തോന്നുകയാണ് ഇത് നീതി നടപ്പാക്കണമെങ്കിൽ ഈ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് നടപ്പാക്കണം എന്ന് തോന്നിയാൽ, സോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ കോർട്ട് ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്തു. ദ കോർട്ട് അപ്പോയിന്റ്സ് ആൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. വെറുതെ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ പോരാ, ട്രൈബ്യൂണൽ അപ്പോയിന്റ് ചെയ്യുന്ന ലിക്വിഡേറ്റർ നമ്മൾ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്ന് പറയാം. ടു മാനേജ് ദ പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് selling the assets, paying creditors and distributing surplus to shareholders. ഷെയർഹോൾഡേഴ്സിന് സർപ്ലസ് കൊടുത്തു തീർക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ബ്രീഫ്ലി ഡിസ്കസ് ദ ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടർമാരുടെ ബാധ്യതയെക്കുറിച്ച്. ഡയറക്ടേഴ്സ് ക്യാൻ ഫേസ് വേരിയസ് ലയബിലിറ്റീസ്. ഡയറക്ടർമാർക്ക് പലതരത്തിലുള്ള ബാധ്യതകൾ ഫേസ് ചെയ്യാം, ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി, സ്റ്റെമ്മിങ് ഫ്രം ദർ ഡ്യൂട്ടീസ് ടു ദ കമ്പനി. കമ്പനിയോടുള്ള അവരുടെ കടബാധ്യതയിൽ നിന്ന് അതൊക്കെ ഉണ്ടാവുന്നു. ഷെയർഹോൾഡേഴ്സ് ആൻഡ് തേർഡ് പാർട്ടീസ്. They can be held liable for breaches of fiduciary duty, negligence, for acting beyond the company's powers. അത് കമ്പനിയുടെ അധികാരപരിധിക്കപ്പുറം. ഡോക്ടറിനെ ഓഫ് അൾട്രാവയസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാണ് അല്ലെ, അത് മെമ്മോറണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നീണ്ടുപോയാൽ അത് കമ്പനിയുടെ അതിരുകടന്ന പ്രവർത്തനം അഥവാ അൾട്രാവയസ് ആണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പനി ചെയ്യാൻ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ നെഗ്ലിജൻസ് വരുത്തിയാൽ, അതുപോലെ തന്നെ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടികൾ ലംഘനം നടത്തിയാൽ ഒക്കെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ലയബിലിറ്റി ഡയറക്ടർമാർക്ക് വരാവുന്നതാണ്. അപ്പൊ കമ്പനിയുടെ ഡയറക്ടർമാർക്ക് ഏതൊക്കെ തരത്തിലുള്ള ലയബിലിറ്റി വരാം എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്താണ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി നിർവഹിക്കുന്നത് വീഴ്ച ഡയറക്ടർ വരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു ബാധ്യതയ്ക്ക് കാരണമാണ്. ഡയറക്ടേഴ്സ് ഓഫ് ദ ഡ്യൂട്ടി ഓഫ് ദ ലോയൽറ്റി ആൻഡ് ഗുഡ് ഫെയ്ത്ത് ടു ദ കമ്പനി ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് കമ്പനിയുടെയും ഓഹരി ഉടമകളുടെയും ഒക്കെ വിശ്വസ്ത ട്രസ്റ്റി ആയിട്ടാണ് ഡയറക്ടർ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ വിശ്വസ്തതയിൽ വീഴ്ച വരുത്തിയാൽ തീർച്ചയായിട്ടും ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി വീഴ്ച വരുത്തി എന്ന് പറയാൻ സാധിക്കും. ഡ്യൂട്ടി ഓഫ് കെയർ, വേണ്ടത്ര ശ്രദ്ധ ജാഗ്രത പുലർത്തണം എന്നുണ്ട്. ഡയറക്ടേഴ്സ് മസ്റ്റ് എക്സസൈസ് റീസണബിൾ കെയർ ആൻഡ് ഡിലിജൻസ്. ഡിലിജൻസ് വെച്ചാൽ ചുറുചുറുക്കാണ്, ശുഷ്കാന്തിയാണ്, അത് കാണിക്കണം എന്നുണ്ട്. അത് കാണിക്കാതെ വന്നാൽ തീർച്ചയായിട്ടും അവരുടെ തീരുമാനങ്ങൾ അങ്ങനെ എടുത്ത് കമ്പനിക്ക് നഷ്ടം വരാനിടയായാൽ തീർച്ചയായിട്ടും അത് ഒരു ലയബിലിറ്റിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റികളും ഉണ്ട്. അതായത് നിയമപരമായി ഡയറക്ടേഴ്സ് ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ ബ്രീച്ചസ് ഓഫ് കമ്പനി ലോ, ടാക്സ് ലോ ആൻഡ് അതർ റെഗുലേഷൻസ്. കമ്പനി നിയമം, ടാക്സ് നിയമം, മറ്റ് റെഗുലേഷൻസ് എന്നിവ ലംഘിക്കുന്നതിലൂടെ, ബ്രീച്ച് ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ സിവിൽ ലയബിലിറ്റി ഉണ്ട്. ഡയറക്ടേഴ്സ് ക്യാൻ ബി സ്യൂഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ ബ്രീച്ചസ് ഓഫ് ഡ്യൂട്ടി ഓർ നെഗ്ലിജൻസ്. ഓഹരി ഉടമകൾ, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് തിരിച്ചു കിട്ടാത്തവർ, അല്ലെങ്കിൽ മറ്റ് ഗുണഭോക്താക്കളൊക്കെ ഡയറക്ടർമാർ അവരുടെ കടമ നിർവഹിച്ചില്ല, അല്ലെങ്കിൽ അനാസ്ഥ കാണിച്ചു, നെഗ്ലിജൻസ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാം, സ്യൂ ചെയ്യാം. ഇനി ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഡയറക്ടേഴ്സ് ക്യാൻ ബി ഹെൽഡ് criminally liable for offenses such as fraud, misrepresentation or breach of trust. വഞ്ചന, തെറ്റിദ്ധരിപ്പിക്കൽ, അതുപോലെ തന്നെ വിശ്വാസലംഘനം, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രിമിനലി ഡയറക്ടർമാരെ ലയബിളാക്കാവുന്നതാണ്. സബ് ഡയറക്ടർമാർ ചെയ്യുന്ന പ്രവൃത്തിക്കും ഒരുപക്ഷെ ഡയറക്ടർമാർ ബാധ്യതപ്പെട്ടേക്കാം. ഡയറക്ടേഴ്സ് ക്യാൻ ബി സിഗ്നിഫിക്കന്റ് ആൻഡ് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ഡയറക്ടേഴ്സ് ലയബിലിറ്റി ക്യാൻ ബി സിഗ്നിഫിക്കന്റ് ആൻഡ് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ഡയറക്ടർ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. ഡയറക്ടർമാരുടെ ബാധ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡയറക്ടർമാർ ഓരോരുത്തരും തങ്ങളുടെ കടമകൾ അറിയണം. അപ്പോൾ വരാനിടയുള്ള ലയബിലിറ്റികൾ എന്തൊക്കെയാണ് എന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ് പറഞ്ഞു വരണേ. ശരിക്കും ഇപ്പൊ എന്തെങ്കിലും നിയമം ലംഘിക്കുമ്പോൾ, അൾട്രാവയസ് ആയിട്ടുള്ള ആക്ട് ചെയ്യുമ്പോൾ ഡയറക്ടർമാര് ബാധ്യത ഉണ്ടാവും. വ്യക്തിപരമായി തന്നെ അവർ ബാധ്യത ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യാപിറ്റലിൽ നിന്നെടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക, അത് അൾട്രാവയസ് ആയിട്ടുള്ള കാര്യമാണ്. കമ്പനിയുടെ ഫണ്ടുകൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി ചെയ്യുക, ദുർവിനിയോഗം ചെയ്യുക, ഇതൊക്കെ ഡയറക്ടർമാർ ഒറ്റയ്ക്കും കൂട്ടായിട്ടൊക്കെ ബാധ്യത ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, കമ്പനിയുടെ വിശ്വസ്ത സേവകരാണ് ഡയറക്ടർമാർ. അപ്പോൾ അങ്ങനെ കമ്പനിയുടെ പണവും വസ്തുക്കളും ഒക്കെ ഡയറക്ടർമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ വിശ്വാസ ലംഘനം നടത്തി കമ്പനിയുടെ പണവും വസ്തുക്കളും നഷ്ടപ്പെടാനിടയായാൽ അതിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയും ഡയറക്ടർമാർക്ക് തന്നെ ആയിരിക്കും. അപ്പൊ കമ്പനിക്ക് വേണ്ടി നടത്തുന്ന എല്ലാ ഇടപാടുകളും രഹസ്യമായിട്ട് അതിൻ്റെ അകത്ത് കൂടെ അവർ ലാഭം ഉണ്ടാക്കിയാലും അവർ ലയബിളാകും. മനഃപൂർവ്വമുള്ള ദുർനടപടി അത് വേറൊരു പ്രശ്നമാണ്. ഡയറക്ടർമാർ മനഃപൂർവ്വം നടത്തുന്ന മിസ്കണ്ടക്ട് അല്ലെങ്കിൽ മിസ്ഫീസൻസ്, അതിലൂടെയും അവർ വ്യക്തിപരമായി ബാധ്യതയുള്ളവരാകും. ഇനി നിയമാനുസൃത ചുമതല നിർവഹണത്തിൽ, അതായത് ലയബിലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി വീഴ്ച വരുത്തി, ഓക്കെ, അപ്പോഴും അവർ ലയബിൾ ആണെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. കമ്പനിയുടെ അക്കൗണ്ടുകൾ ശരിയായി സൂക്ഷിക്കണം, റിട്ടേൺസ് ഫയൽ ചെയ്യണം, അതുപോലെ നിയമപരമായിട്ടുള്ള ഒഫീഷ്യാലിറ്റി ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് അവർ ഒബ്സർവ് ചെയ്യണം. ഇതിലൊക്കെ അവർ വീഴ്ച വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയറക്ടർമാർ
വ്യക്തിപരമായിട്ട് തന്നെ ഫൈൻ അടയ്ക്കാനായിട്ട് കാര്യമാവും. പിന്നെ സബ് ഡയറക്ടർമാരുടെ വീഴ്ചയും ഒരു പ്രശ്നമായിട്ട് വരാം.